അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല. വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട്. മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും. നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താമെന്ന് ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പക്ഷേ രണ്ടില് കേടുണ്ട്, അതിന് പരിഹാരമുണ്ട്. എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ. അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ. ഓഹോ, അപ്പൊ കാരണവരറിയാണ്ട് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ അറിയിച്ചോണോ എന്നുള്ള നിയമമൊക്കെ മാറി. അറിഞ്ഞില്ലേ? ഞാനറിയണ്ട, പക്ഷെ പെണ്ണറിയണ്ടേ? അവളുടെ സമ്മതം കൂടെ വേണമല്ലോ ഉറപ്പിച്ചത് നടക്കാൻ. വേണ്ട, ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിൽക്കണ്ട, കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാ മതി. സ്വന്തം മക്കള് നല്ല നിലയിൽ പോണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ അതിന് മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ. അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ. ഉണ്ടല്ലോ മാനസപുത്രൻ. ഉള്ളിലിരിപ്പൊക്കെ അറിയാം. ഞങ്ങൾ ജീവനോടിരിക്കുന്നിടത്തോളം കാലവും നടക്കില്ല. സ്വന്തം ജീവിതം നശിപ്പിച്ചോ, ബാക്കിയുള്ളവരെയെങ്കിലും വെറുതെ വിട്. നീ പോവാൻ നോക്കടി, വണ്ടി തെറ്റണ്ട. വരട്ടെ അമ്മേ. വാ മോനെ. തലകുനിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ട്. പ്രായപൂർത്തിയായ പെണ്ണല്ലേ നീ? നിനക്ക് നാവെടുത്ത് പറഞ്ഞൂടെ? എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോ പേടിച്ചു അല്ലേ? ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും. അവൻ വന്ന് വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചു. നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല. എൻ്റെ വണ്ടി ജപ്തി ചെയ്തു. പിന്നെ ഒരു ആസ്പത്രി ചിലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അതിന് നിവൃത്തിയില്ലാണ്ടായി. എനിക്കിത്തിരി സാവകാശം തരണം. കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. കണ്ട ഇത് പെടുമ. நீ என்ன முதலாளி இன்னும், நான் உன்னை கோவிந்த குட்டின்னு விழிக்காம நீ என்ன பெரியவர். நான் உன்னை சின்னான்னு விழிக்கிறது எதுக்காக? கொடுத்து தீக்கிறதுக்காக. பைத்தியக்கார. காக்கா கண்ணம்மா கண்ணிச்சு பாரம்மா, கன்னிமானம் சோந்திட்டாரே, உன்னார புண்ணுமே கூவக்கோழி கூடுமே, சூரிய கோளம் புண்ணிட்டாரே. എടോ രാമൻകുട്ടി, ഒന്ന് എഴുന്നേറ്റേ. ചായ ഇനി 4 മണിക്കുള്ളത് തിരുമേനി. അതിനൊന്നും അല്ലടോ, താൻ ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ, തൊട്ട് നാക്കാൻ വല്ലതും. ഇത് ഇവിടെ നിന്ന് കഴിക്കാനോ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. 4 മണിക്കുമ്പോ ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം. ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മാതിരി. ജീവിതമായ ഒരു രസമൊക്കെ വേട്ടടോ. താനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം തീർത്തേക്കാം. തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക. താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കണ്ടേ? തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാന്ന്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വെട്ടിത്തം?
കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ചെറുക്കൻ ലിസ്റ്റിലില്ലായിരുന്നു. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ, ഇതൊന്ന് തൂത്ത് വരാൻ. ആ, വേഗം വരണം. ആന്റണി, അതെ. എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻകുട്ടി, പാവം ഗോവിന്ദൻകുട്ടി. നീ എന്റെ ഉണ്ണി. പുത്തമ്പൊരിക്കലെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ, കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻകുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയേ. നടക്കടാ. കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയോർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവിടും. വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ, അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവ് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ? അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മാറുക. കുറച്ചാൾ എൻ്റെ അവിടെ വന്ന് നിൽക്കാം. ഇന്ന് കാലത്തൂടെ അമ്മ പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള ഈ മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാര് വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കും. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ? അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ നോക്കൂ എന്താ എന്താണെന്ന്. അല്ലേടി, ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ കിടപ്പൂറിയിൽ നട്ടാപ്പാതിലേക്ക് കിടന്നൊരു നിനക്ക് എന്താ കാര്യം? അടിയും പിടിയൊന്നും വേണ്ട. ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? ജാരസംസർഗം, അതിന് വകുപ്പുണ്ട്. ഇറങ്ങണം. ഞാൻ മാത്രം വന്നാ പോരെ? പോരാ, അവരും വരണം. അവർക്ക് തീരെ സുഖമില്ല. ഓ, അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ടി കഴിവറ. ഇവനോട് മര്യാദ ചോദിക്കാൻ പറ. നിങ്ങൾ ഒരിക്കലും നോക്കില്ല. ഒന്നും മിണ്ടാതെ പോടോ. രാത്രിയാണ്, നല്ല മഴക്കോളുണ്ട്. നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക്.
മുതലാളി ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. എതുക്കാക? ആ നാളെ നമ്പൂരി ചെയ്ത ചതിയാ. ഇല്ലത്തുനാ പിടിച്ചോണ്ട് പോയ. ആ ലക്ഷ്മി ഉണ്ട് കൂടെ. ഓ പുറപ്പെടു. ഇത്തരം നാണം കെട്ട കോടതി വരെ എത്തിയ അവരത് അവിടെ ഇട്ട് ചെകയും. എറിഞ്ഞോനും ഏറ് കൊള്ളുന്നവനും ഒരുപോലെ മാറും. നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇവരൊരു സ്ത്രീയല്ലേ, വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ? നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താണോ? അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സാറേ ഇത്? സാറ് ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ സാറിന്റെ ഭാര്യയോട് ഞാൻ കക്ഷി നിർത്തണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ച് ദിവസം അകത്തിടണം, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയായിട്ടും മറ്റൊരുത്തന്റെ വെപ്പാട്ടയായിട്ടും കഴിയുന്നത് ശരിയാണോ? അത് സാറ് അവരോട് ചോദിക്കണം. ഇയാളെ പോലെ വൃത്തിയായിട്ട് ഒരുത്തന്റെ ഭാര്യ ആയിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദൻകുട്ടിയുടെ വെപ്പാട്ടിയായിരിക്കുന്നത്. എന്തിന് നാട്ടുകാരുടെ മുൻപിൽ തെരുവേശയെ പൂത്തിരിക്കുന്ന പോലും. മനസ്സറിഞ്ഞ് ഞാൻ ശപിച്ചാൽ പുറത്തു പോകും, നിങ്ങൾ പുറത്തു പോകും. இன்ஸ்பெக்டர் சார், காலையில் வரைக்கும் பொறுத்துக்க கூடாதா? இவங்க என்ன கொலையா பண்ணிட்டாங்க? இந்த நடுராத்திரியில் இவங்க கிட்ட இவ்வளவு கடுமையா நடந்துக்கிடுமா? അല്ല, അത് അങ്ങനെയല്ല സാർ. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്തപ്പോൾ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല, സെക്ഷനും ഇല്ല. இருக்கட்டும், அதிகாரமெல்லாம் இருக்கட்டும், தப்பு இல்லை. ஒரு உதவி செய்றீங்களா? ஃபோன் பண்ணி உங்க எஸ்பியை கூப்பிடுங்க. அவர்கிட்ட சொல்லுங்க, அவருடைய ஃப்ரெண்டு சேலம் எஸ்பி இருக்கார்ல, அவங்க அப்பா பேசணும்னு சொல்லுங்க. ഇതിലിപ്പോ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ പ്രശ്നമൊന്നുമില്ല സാർ. റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് സാർ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ஓகே சின்ன 5 மினிட்ஸ்ல வந்துடுறேன். அடே என்ன சார் நிக்கிறீங்க? இன்ஸ்பெக்டர், அவருக்கு ஒரு சேர் கொடுங்க சார், ரொம்ப பெரிய மனுஷன்.